അവിടെ കേരളത്തിൽ ആദ്യമായി ഡയാലിസിസ് ഏർപ്പെടുത്തിയ താലൂക്ക് ആശുപത്രിയാണ് ഹരിപ്പാട്. ഞാൻ തന്നെ മുൻകൈ എടുത്ത് സത്യസായി ബാബ ഫൗണ്ടേഷൻ്റെ കയ്യിൽ നിന്ന് 2 മെഷീൻ വാങ്ങിച്ചാണ് ആദ്യമായി തുടങ്ങുന്നത്. പിന്നീട് കൂടുതൽ മെഷീനുകളൊക്കെ വന്നു, നല്ല നിലയിൽ നടക്കുന്നതാണ്. അപ്പോൾ ഇന്നലെയാണ് മനസ്സിലായത്, അവിടെ ഡയാലിസിസ് നടത്തിയ 2 പേര്, രാമചന്ദ്രനും അബ്ദുൾ മജീദും, 2 പേര് ഇന്നലെ സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ തേടി മരണമടഞ്ഞു എന്നുള്ള പേര്. ഞാൻ അപ്പോൾ തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി വീണ ജോർജുമായി സംസാരിച്ചു. അവരപ്പോൾ തന്നെ ഒരു മെഡിക്കൽ ടീമിനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അയച്ചു. അപ്പോൾ അതെന്താണെന്ന് പരിശോധിക്കണം, സാങ്കേതികമായി എന്താ കാരണം, എന്താ അണുബാധ ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. കാരണം ഇതുവരെ അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. കുറേ കാലമായി ഡയാലിസിസ് നടക്കുന്നതാണ്. അപ്പോൾ എന്താ കാരണമെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ മേൽ നടപടികൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഈ രാമചന്ദ്രൻ പച്ചക്കറി കട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അബ്ദുൾ മജീദ് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അപ്പോൾ ഇത്തരത്തിൽ പാവപ്പെട്ട ആളുകളാണത്. അപ്പോൾ അവർക്ക് ഉണ്ടായ ഈ ഒരു ദുരന്തം വാസ്തവത്തിൽ വേദനാജനകമാണ്. അവർക്ക് വേണ്ടത്ര സംരക്ഷണം ഉറപ്പുവരുത്തണം. ആ കുടുംബങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് ആദ്യം റിപ്പോർട്ട് വരട്ടെ. അല്ല, ആദ്യം ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കെട്ടണ്ട. ഇത് നല്ല നിലയിൽ നടക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ്. അവിടെ ഏറെ പ്രയാസങ്ങളൊന്നുമില്ല. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അപ്പം അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം.